എൻ്റെ പേര് സുനിത. ഞാൻ പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. 2012 ഞാൻ ഉടമ്പടി എടുത്തത്. എനിക്ക് ഒരു വീടില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. 10 വർഷമായി ഞാൻ വാടകയ്ക്ക് ഇരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് സ്ഥലം വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിലൊരു വീട് വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇവിടെ വന്ന ഉടമ്പടി എടുത്താൽ നടക്കുമെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞതിൻ്റെ ഫലമായി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഉടമ്പടി നേർച്ച വസ്തുക്കൾ അവിടെ ഇടുകയും 9 ദിവസത്തിനുള്ളിൽ കുറ്റിയടിക്കാൻ പറ്റുകയും ചെയ്തു. അതിനുശേഷവും വീട് പണി ചെയ്യാൻ പൈസയില്ലാത്ത സാഹചര്യം വന്നു. ലോണ് കിട്ടത്തില്ല. ഞങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഹസ്ബൻഡിന് പെയിൻറ്റിങ് വർക്കാണ്. എനിക്കും സാലറി സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. ഞാൻ നേഴ്സിംഗ് അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ വീട് പണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഞങ്ങളെ വന്ന് കാണുകയും പുള്ളിയുടെ സാലറി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് തരാം, ലോണ് ശരിയാക്കി തരാമെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ സ്ഥലത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പിട്ട് ഞാൻ ഹസ്ബൻഡും കൂടി ചെന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. 2-3 തവണ അത് ആവർത്തിച്ചു. അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ലോൺ പാസ്സാകുകയും ഞങ്ങളുടെ വീട് പണി കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. വീട് പണി പൂർത്തിയായി. ഞങ്ങളിപ്പോൾ അതിലാണ് താമസിക്കുന്നത്. രണ്ടാമത്തെ സാക്ഷ്യം, ഞങ്ങൾ 8 വർഷത്തോളമായി ഹസ്ബൻഡിൻ്റെ സ്ഥലം കേസിലായിരുന്നു. അത് ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ച സ്ഥലമാണ്. അത് കേസ് കൊടുത്തും അത് അനുകൂലമായ വിധി വരണേ എന്ന് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. ഹസ്ബൻഡിൻ്റെ സഹോദരങ്ങൾ അതിൻ്റെ പേരിൽ കുറച്ച് കേസും ഒക്കെ ആയി. 8 വർഷത്തോളം അതിൻ്റെ പുറകെ നടന്നു. ഞങ്ങൾക്ക് കേസ് നടത്താനുള്ള വഴിയില്ലായിരുന്നു. അതിൻ്റെ ഉടമ്പടി എടുത്തതിൻ്റെ നിയോഗം വെച്ചതിൻ്റെ ഫലമായി ആ കേസ് ഞങ്ങൾക്ക് അനുകൂലമായി വരികയും അത് നല്ല വിലയ്ക്ക് സ്ഥലം കച്ചവടമാവുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി കുറച്ച് ഞങ്ങൾക്ക് ബാധ്യതകളുണ്ടായിരുന്നു. അതെല്ലാം തീർക്കാൻ പറ്റുകയും ചെയ്തു. വീട് പണി നടക്കുന്നതിൻ്റെ ഭാഗമായി കുറച്ച് നാളായി ഞാൻ ജോലി റിസൈൻ ചെയ്തിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ 1.5 വർഷത്തോളമായി ഞാൻ ഒത്തിരി ഹോസ്പിറ്റലുകളിലും ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ ജോലി അന്വേഷിച്ച് പോയി. എവിടെയും എനിക്ക് ജോലി കിട്ടിയില്ല. ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാം എന്ന് ഞങ്ങൾ തീരുമാനിച്ച ദിവസം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു. അത് ജോലി ശരിയായി. ഞാൻ നാളെ ജോയിൻ ചെയ്യുവാണ്. കാരുണ്യ പ്രവർത്തനങ്ങളായി ഞാൻ പത്രം ഇവിടുന്ന് ഉടമ്പടി എടുക്കാൻ വന്ന ദിവസം തന്നെ പത്രം ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ കോളേജ് പാലക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു. ഫുഡ് വെച്ച് പൊതിച്ചോറുണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഇതാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ. ഇതിൻ്റെ ഇടയിലൊരു സംഭവം ഉണ്ടായി. വീട് പണി തുടങ്ങണമെങ്കിൽ വെള്ളം വേണമല്ലോ. അപ്പോൾ വെള്ളം ബോർവെല്ലടിക്കാൻ നോക്കിയപ്പോൾ എന്ത് ചെയ്താലും വെള്ളം കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു സാക്ഷ്യം കാണുകയുണ്ടായി. ഒരു ചേച്ചിയുടെ അവിടെ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച ആ ചേച്ചിക്ക് വെള്ളം കിട്ടിയതായി അറിഞ്ഞു. അതിനുശേഷം ഞാൻ അതുപോലെ ചെയ്തു. എന്നിട്ടും വെള്ളം കിട്ടിയില്ല. പക്ഷേ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ആ സമയത്ത് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മാതാവേ, എനിക്ക് മുട്ട് നിവർന്ന് എണീക്കുമ്പോഴേക്കും എനിക്ക് ആ വെള്ളം കിട്ടണേ എന്ന് പറഞ്ഞു. 160ാമത്തെ അടിയിൽ ഒത്തിരി വെള്ളം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി. 40-ാം സങ്കീർത്തനം 2-ാം തിരുവചനമാണ്. സുനിതയും കുടുംബവും ഒരു വീടില്ലാത്ത അവസ്ഥയിൽ 10 വർഷമായി വാടക വീടുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. തങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് വയ്ക്കാൻ ഭൂമി ഉള്ള സ്ഥലത്ത് വീട് വയ്ക്കുന്നതിന് ലോൺ കിട്ടുന്നില്ല. അതിനുള്ള സോഴ്സ് ഇവർക്കില്ല. എങ്ങനെയാണ് പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 9ാമത്തെ ദിവസം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി ഉപ്പിട്ട് ആ സ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോൾ 9ാം ദിവസം വീടിന് വേണ്ടിയിട്ട് ഭവനത്തിന് കുറ്റിയടിക്കാൻ സാധിച്ചു. പിന്നീട് ഭവനം പണി തടസ്സം വന്നു. ലോൺ സാങ്ഷനാക്കുവാൻ ഇവർക്ക് സോഴ്സില്ല. ഒരു വ്യക്തി, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് തന്നെ
ആ വ്യക്തിയുടെ റിസ്കിൽ ലോൺ എടുത്തു കൊടുക്കുകയാണ്. തങ്ങളുടെ അന്യായമായി തങ്ങൾക്ക് എതിരെ ഉണ്ടായിരുന്ന കേസ് 8 വർഷത്തോളമായത്. അതെങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ കോടതിയിൽ അത് വെക്കുമ്പോൾ അമ്മ വാദിക്കുന്ന കേസായിട്ടത് മാറുന്നു, അനുകൂലമായ വിധി വരുന്നു. ഇവരുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് അനുകൂലമായ വിധി കിട്ടി. ആ പൈസ കൊണ്ട് തന്നെ അങ്ങനെ ആ സ്ഥലം വിൽക്കാനും അതുകൊണ്ട് തന്നെ ഇവരുടെ കടബാധ്യതകൾ കുറേയൊക്കെ തീർക്കാനും ഇവർക്ക് സാധിച്ചു എന്നാണ് നാം കേട്ടത്. അതുപോലെ ജലലഭ്യത, പാറ മാത്രമായിരുന്നു ഇവരുടെ സ്ഥലം ആണോ? അപ്പോൾ ആ സ്ഥലത്ത് വെള്ളം കിട്ടുക ഒത്തിരിയേറെ ബുദ്ധിമുട്ടായിരുന്നപ്പോൾ എങ്ങനെ വീടിന് പറമ്പിന് 4 ദിക്കിലും വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നു, മുട്ടുകുത്തി നിന്ന് ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. 150 അടി താഴ്ചയിലും വെള്ളം കാണുന്നില്ല. 160ാമത്തെ അടിയിൽ, അതായത് ഈ മകള് നമ്മോട് പറയുകയുണ്ടായി, ഞാൻ മുട്ടിൽ നിന്ന് നിവരുമ്പോൾ എനിക്ക് വെള്ളം കാണണം, വെള്ളം കിട്ടണം. അത് തന്നെ സംഭവിച്ചു എന്നാണ്. 160ാമത്തെ അടിയിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ അവിടെ വെള്ളം കണ്ടു. ഒത്തിരിയേറെ ജലലഭ്യതയുള്ള ഒരു ബോർവെല്ലാണ് ഇപ്പോൾ ഇവർക്കുള്ളതെന്നൊക്കെ നാം കേട്ടു. അതുകൊണ്ട് തന്നെ കുഴഞ്ഞ ചേറ്റിൽ നിന്നും എങ്ങനെയാണ് ദൈവത്തിൻ്റെ സംരക്ഷണം ഒരു ഭവനത്തിന് ഉണ്ടാകുന്നത്, ഉടമ്പടിയുടെ സംരക്ഷണം എങ്ങനെയാണെന്നുള്ളതാണ് നാം കേട്ടത്. ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമായില്ല, ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണ്. അത് നമുക്ക് മറന്നു പോകാതിരിക്കാം. നമ്മുടെ അയോഗ്യതകളെയെല്ലാം യോഗ്യതകളാക്കി മാറ്റുന്ന ഉടമ്പടി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സമ്മാനമാണ്. ഈ സമ്മാനം അമ്മയുടെ തിരുനടയിൽ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അവിടെ പുത്രൻ നമുക്ക് വേണ്ടിയിട്ട് അത്ഭുതങ്ങൾ നടത്തും. നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.